ഗുരു ശിഷ്യരെയും കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വഴിയിൽ കുറേ കല്ലുകളുണ്ട്. അപ്പോൾ കുറച്ചാളുകൾ കല്ല് പെറുക്കാൻ തുടങ്ങി. കുറച്ചാളുകൾ പെറുക്കുന്നില്ല. ഗുരു അവരോടായിട്ട് പറഞ്ഞു, പെറുക്കിയവരും സങ്കടപ്പെടും, പെറുക്കാത്തവരും സങ്കടപ്പെടും, രണ്ടോട്ടൊരു സങ്കടപ്പെടും. അങ്ങനെ മുന്നോട്ട് പോയി. പിറ്റേന്ന് രാവിലെ ഉണർന്നു. അപ്പോൾ പെറുക്കിയ ശിഷ്യന്മാർ അവരെ കല്ല് നോക്കുമ്പോൾ രത്നമായി മാറിയിട്ടുണ്ട്. അപ്പോൾ രണ്ടു കൂട്ടരും സങ്കടപ്പെട്ടു. പെറുക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം പെറുക്കില്ല എന്നുള്ള സങ്കടം, പെറുക്കിയവരെ സംബന്ധിച്ചിടത്തോളം ഇത്രേ പെറുക്കിയുള്ളൂ എന്നുള്ള സങ്കടം. അപ്പോൾ അവസരങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെയാണ് സത്യത്തിൽ ജീവിതം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നതൊക്കെ നമ്മൾ മുതലെടുക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ബാസിൽ സമാൻ്റെ കൂടെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരുപാട് മേഖലയിലേക്ക് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാണ്. 1 in 1 million ബാക്കി എപ്പിസോഡുകൾ കാണണമെങ്കിൽ നിങ്ങൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, കാണാം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത് പറഞ്ഞാൽ, ഒന്ന് കോണ്ടന്റ് ക്രിയേഷൻ, അതിൻ്റെ ഒരു സാധ്യതകൾ, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അവിടെ നമ്മളെങ്ങനെ വാല്യൂസ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകും, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ബാസിൽ സമാൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. ഇനി അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു മേഖലയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് വെസ്റ്റ് ഏംഗഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം വൈസ് അവരുടെ റെസിഡൻസ് സ്കൂളിൻ്റെ അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ 8ാം ക്ലാസ് മുതൽ +1 കൊമേഴ്സ്, സയൻസ്, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ്, അതോടൊപ്പം സിവിൽ സർവീസ് കോച്ചിങ്, നീറ്റ്, JEE ഈ എക്സാമുകൾക്കുള്ള കോച്ചിങ്, അതുപോലെ തന്നെ ഓണർപ്രണർഷിപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനോട് കൂടി ചേർത്ത് നൽകുന്നുണ്ട്. അപ്പോൾ പുതിയ കാലത്തേക്ക് നമ്മുടെ മക്കളെ ഒരുക്കാൻ വേണ്ടി നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ധാർമ്മികമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് അവിടെ ഒരുങ്ങിയിട്ടുള്ളത്. വയനാട് കോറോമിലാണ് ഈ സ്ഥാപനം ഉള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ കേൾക്കുന്ന വാർത്തകളും അതുപോലെ തന്നെ സംസാരങ്ങളൊക്കെ നമ്മളെ ഭീതിയിലായെത്തുന്നുണ്ട്. അപ്പോൾ ഒരു പാരൻ്റ് എന്ന നിലയിൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ല ഓപ്ഷനായിരിക്കും ഈ സ്ഥാപനം എന്നുള്ളത്. അപ്പോൾ ഈ പ്രോഗ്രാം, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിന് വൈസിനോട് നന്ദി പറയണം. ഇനി നമുക്ക് സെഷനിലേക്ക് കടക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ബാസിൽ സമാൻ ഇൻഫ്ലുവൻസറാണ്, വ്ളോഗറാണ്, ടീച്ചറാണ്. അപ്പോൾ ആ ടീച്ചിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ടീച്ചിങ്ങിൻ്റെ ഏറ്റവും നല്ല അനുഭവം എന്താണ്? അപ്പോൾ ആദ്യം ഒരു കാര്യം പറയുന്നത് വെച്ചാൽ, എനിക്ക് വീണ്ടും ഒരു ഉള്ളിലൊരു കുത്ത് വരികയാണ്, ഇൻഫ്ലുവൻസർ. അപ്പോൾ അതൊരു ഭയങ്കര ഒരു, ഞാൻ ഫസ്റ്റ് ചെറുതായിട്ടും സൂചിപ്പിച്ചല്ലോ, അത് നമ്മളതിന് അർഹനാണോ എന്നുള്ളൊരു സംശയം ഉണ്ട്. എപ്പോഴും 100K മുകളിൽ യൂട്യൂബിൽ ബിൽഡ് ചെയ്ത് നിൽക്കുന്ന ഒരാള് യൂസ് ചെയ്യാൻ പാടുണ്ടോ ചോദിക്കണേ. വീഡിയോ എല്ലാവരും ഒരു അർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇൻഫ്ലുവൻസർ ആണ് എല്ലാവരും. നമ്മുടെ ഉമ്മ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും, നമ്മുടെ ഉപ്പ എല്ലാം. പക്ഷെ അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ്, അതിന്റെ ഒരു വലിപ്പം വെച്ച് നോക്കുമ്പോൾ കാണുന്ന ആളുകൾ വിലയിരുത്തട്ടെ. അതാ നമുക്ക് ഡിസ്കഷനിൽ വരേണ്ടതാണ്. നമ്മൾ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ വരുന്ന ഇമേജുകൾ അതൊരു ബാഡ് ആയിരിക്കാം ചിലപ്പോൾ, അതായിരിക്കാം. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് പറയപ്പെടാതിരിക്കാനായിരിക്കും ഞാൻ ഇൻഫ്ലുവൻസർ അല്ല എന്ന് പറയുന്നത്. പക്ഷേ ഇൻഫ്ലുവൻസർ എന്നുള്ളത് ശരിക്കും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വേർഡാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ കുറേ തിന്മകളുണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക, ഒരു നെഗറ്റീവായിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കുന്നവരുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മളതിന് വെറുക്കേണ്ടതില്ല. നമ്മൾ പലപ്പോഴും ആളുകൾ ഈ ഒരു മേഖലയിൽ നിന്ന് മാറിക്കുന്നതിൻ്റെ റീസൺ എന്താ വെച്ചാൽ, ഇപ്പോൾ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്ത് പറയും, അവിടെ ആകെ പ്രശ്നമാണ്, ഇതാണ് നമ്മളറിയും. അപ്പം ഇതാരായി ചേഞ്ച് ചെയ്യാനുള്ളത്? ഈ മൈൻഡ് സെറ്റ് ഉള്ളവരെ ഇവിടെ വന്നാൽ അത് ചേഞ്ച് ആവുള്ളൂ. അപ്പം നമ്മളിറങ്ങുക, ആ ഒരു ഇടം നന്നാക്കുക, കൂടുതൽ നല്ല കണ്ടന്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുക, അപ്പോഴാണ് അത് നന്നാകുക. ഞാൻ ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ്. മനസ്സിലായി. അപ്പം ഇപ്പൊ ഇതിലൊരു വിഷയം എന്താ വെച്ചാൽ, ഇപ്പൊ ഈ അടുത്ത് എനിക്ക് നമ്മളെ റമദാൻ ആരംഭിച്ചതിന് ശേഷം ഒരു കോൾ വന്നു. പിന്നെ കുറെ മെസ്സേജുകളൊക്കെ വേറെ വന്നിട്ടുണ്ട്. ഒരു കോൾ വന്നതിന്റെ ഒരു ഇതാ പറഞ്ഞത്. അപ്പം ഒരു പ്രമുഖ ഹോട്ടലിൽ നിന്നുള്ളൊരു കോളാണ് വന്നത്. ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. അപ്പം അവിടെ സ്വാഭാവികമായിട്ട് എന്ത് നടത്തുന്നുണ്ട്, ഒരു ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ വിളിച്ചിട്ടുള്ള ഒരു നോമ്പുതറൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇഫ്താർ അവർ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഫോണിൽ കൂടെ ഇങ്ങനെ അവർ സംസാരിക്കുകയാണ്, ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ് ആണ്, അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് വരണം പറഞ്ഞപ്പം അപ്പം എനിക്ക് ഭയങ്കര ഡിസ്കംഫേർട്ട്. അതായത് ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ളൊരു സാധനം അത് ഭയങ്കര ഡിസ്കംഫേർട്ട്. അപ്പം അവിടെ കുറേ ആളുകൾ വരും സ്വാഭാവികമായിട്ട്. അപ്പം ഇത് കാണുന്ന ആളുകൾ ശരിക്കും ഇത് വിലയിരുത്തണം അല്ലേ, ശരിക്കും അവർ വിലയിരുത്തുന്നുണ്ടാവും. ഈ പറയുന്ന ഇന്ന അടക്കം ഇത് കാണുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും, വിലയിരുത്തുന്നുണ്ടാവും. ഇപ്പം ചില ആളുകൾ 2 മൈൻഡ്, അതായത് നമ്മളിപ്പോൾ കേരളത്തിലാണെങ്കിൽ ഏകദേശം ഒരു 3.5 കോടി ജനങ്ങൾ, ഇനിയല്ല നമ്മളെ ഇന്ത്യ രാജ്യത്താണെങ്കിൽ ഏകദേശം ഒരു 150 കോടി ജനങ്ങളുണ്ട്. ഇത് പലരും പല വീട്ടിൽ നിന്ന് വരുന്ന ആളുകളാണ്, പല സ്വഭാവക്കാരാണ്, പല ആളുകളും കാഴ്ചപ്പാട് എന്താവും വ്യത്യസ്തമാവും. ഇപ്പോൾ ഈ പറയുന്ന എന്നെ തന്നെ ഈ സംസാരം കേൾക്കുന്ന ആളുകൾ നല്ല രീതിയിൽ ഓൻ തിരക്കിടില്ലെന്ന് കരുതുന്ന ആൾക്കാരുണ്ടാവും, എന്നാൽ നേരെ തിരിച്ച് ചിന്തിക്കുന്ന ആളുകളും ഉണ്ടാവും.
നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതായത് എങ്ങനെയാണ് ഇത് കാണുന്ന ജനങ്ങൾ ഇത് എടുക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് കാണുന്ന ആളുകളാണ് എന്ത് ചെയ്യേണ്ടത്, തീരുമാനിക്കേണ്ടത്. എങ്ങനെയാണ് ഇത് ഇൻഫ്ലുവൻസർ ആണ്. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുട്ബോൾ പ്ലെയറാണ് റൊണാൾഡോ. അതായത് എൻ്റെ ഓൾ ടൈം എൻ്റെ ഫേവറേറ്റ്, എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫുട്ബോൾ പ്ലെയറാണ്. ഞാൻ ഖത്തർ വേൾഡ് കപ്പിൽ പോയിങ്ങാണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇന്ന് ഞാൻ ഖത്തർക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി നാളത്തെ സ്വിറ്റ്സർലൻഡും പോർച്ചുഗലും കളി കണ്ട് മറ്റന്നാൾ ഞാൻ തിരിച്ചു പോകുന്നത്. അതായത് ഒരു ദിവസമാണ് ഞാൻ അവിടെ വന്നത്, ഒറ്റ ദിവസം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ, അതായത് അന്നേ വരെ എനിക്ക് പാസ്പോർട്ടില്ല, ഞാൻ പാസ്പോർട്ട് എടുക്കുന്നത് ആ കളിക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ പോയിങ്ങാണ്ട് കണ്ടുപോകുന്ന ഒരാളാണ്. അതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു പ്ലെയറാണ് സാദിയോ മാനെ. അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചരിത്രം ഞാൻ അങ്ങനെ 1-2 സ്ഥലത്തൊക്കെ കണ്ടപ്പം ഈ അടുത്ത് വൈറലായ ഒരു വീഡിയോ ഉണ്ട്. അതായത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള മൊബൈൽ ഫോണ്, ഒരു പൊട്ടി മൊബൈൽ ഫോണ് മാധ്യമങ്ങൾ എന്ത് ചെയ്ത് എടുത്ത് കാണിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് റിപ്പോർട്ടർമാർ ചോദിക്കുന്നുണ്ട് എന്താണ്, അതായത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വർഷത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ ഏകദേശം 80 to 100 കോടിൻ്റെ അടുത്തൊക്കെയാണ് ഒരു വർഷത്തെ വരുമാനം. അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഫോണൊന്ന് മാറ്റിക്കൂടെ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വണ്ടികൾ എടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് സെനഗൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൽ നിന്ന് അല്ലേ, അതായത് നമുക്കറിയാം ഒരു ആഫ്രിക്കൻ രാജ്യം ഒക്കെ ആവുമ്പോഴുള്ള അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാവും അദ്ദേഹം ഈ ഒരു സ്ഥാനത്ത് എത്തിയതൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലെയറോട് ഇത് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് എന്താണ്, എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ ചെയ്യാം അല്ലേ, എനിക്ക് 2 പ്രൈവറ്റ് ജെറ്റുകളും ഒരു 10-15 ഫെറാരി കാറുകളൊക്കെ വാങ്ങാനുള്ള ഒരു സാമ്പത്തിക ശേഷി ഇപ്പോൾ എനിക്കുണ്ട്. പക്ഷേ ഞാൻ അതിനേക്കാൾ ഫോക്കസ് ചെയ്യണത് എന്താണ്, എൻ്റെ നാട്ടിൽ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം വളർന്നു വന്ന ഒരു ജീവിത സാഹചര്യമൊക്കെ. അപ്പോൾ ആ നാട്ടിൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ, സ്കൂളുകളില്ല, ഹോസ്പിറ്റലുകളില്ല. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ ഭൂരിഭാഗം സമ്പത്ത് അദ്ദേഹം എന്ത് ചെയ്യണത്, ചിലവഴിക്കുന്നതെന്ന് കേട്ടപ്പോൾ അത് ഭയങ്കര റെസ്പെക്റ്റ് തോന്നി ആ ഒരു പ്ലെയറിനെ. അപ്പോൾ അതൊരു ഇൻഫ്ലുവൻസ് ആണ്. അതേപോലെ ഈ അടുത്ത് നമ്മളിപ്പോൾ പൊളിറ്റിക്കലി പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാറ്റെ മാത്യു കുയൽനാടൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അദ്ദേഹം ഈ ഒരു സ്ഥാനത്തേക്ക് കടന്നു വന്നിട്ട് അദ്ദേഹം ഒരു MLA ആയി വരുന്ന സമയത്ത് എടുത്തൊരു തീരുമാനമായിരുന്നു അത്ര ഇത്. അദ്ദേഹത്തിന് ഈ ഒരു സാലറിയായി കിട്ടുന്ന MLA എന്നുള്ള നിലയ്ക്ക് ശമ്പളമായി കിട്ടുന്ന തുക അദ്ദേഹം സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കാതെ അത് ജനങ്ങൾക്ക് തന്നെ തിരിച്ച് ഉപകാരപ്പെടുന്ന രീതിയിൽ ചിലവഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹം എന്ത് ചെയ്തു, ഇപ്പോൾ ഏകദേശം 5 വർഷം കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞു. അന്ന് മുതൽ അക്കൗണ്ടിൽ കയറുന്ന പൈസ തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞത്. അത് ഏകദേശം 25 ലക്ഷത്തോളം രൂപയായിട്ടുണ്ട്. അത് അദ്ദേഹം ഇനി എന്ത് ചെയ്യാൻ പോവാണ്, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെലവഴിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഭയങ്കര, അതായത് പൊളിറ്റിക്സ് ഇഷ്ടമല്ല അല്ലെങ്കിൽ അരാഷ്ട്രീയവാദം മുഴക്കുന്ന ഒരുപാട് കുട്ടികളും യുവതലമുറയാണ് നമുക്കുള്ളത്. ഞാൻ എപ്പോഴും പറയുന്നത് ബാസിലിന്റെ ഡെഫിനിഷനിലുള്ള ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഒരു ഇന്റൻഷണൽ വർക്കിലൂടെ ഒരു വീഡിയോ എടുത്ത് കൊടുക്കുന്നതിന് പകരം ഇന്റൻഷണൽ വർക്കിലൂടെ ചെയ്യുന്നതാണ് അവിടെ. ഒരു പോയിന്റ് പറയാം. ഇപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ചില ലൈവ് സ്ട്രീമൊക്കെ ചെയ്യുന്ന യൂട്യൂബേഴ്സ് അവരുപയോഗിക്കുന്ന കുറേ തെറിവാക്കുകളുണ്ട്, അശ്ലീല വാക്കുകളുണ്ട്. പലപ്പോഴും നമ്മൾ സിനിമനും ഇതിനൊക്കെയാണ് ചീത്ത പറയാം. പക്ഷെ കുട്ടികൾ ഇരുന്ന് ഈ ലൈവ് സ്ട്രീമുകളൊക്കെ കാണുകയാണ് 2 മണിക്കൂർ 3 മണിക്കൂറുള്ള. പക്ഷെ അവർ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ വളരെ വൾഗറാണ്. അത് കുട്ടികൾ ഏറ്റെടുക്കുന്നുണ്ട്, അതും ഒരു ഇൻഫ്ലുവൻസ് ആണ്. കുട്ടികൾക്ക് അനുകരിക്കാനുള്ള ശേഷി ഭയങ്കരമാണ്, അനുകരണ ശേഷി ഭയങ്കരമാണ് കുട്ടികൾക്ക്. ഇപ്പോൾ ഒന്നും വേണ്ട, ഇപ്പം എൻ്റെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളെ രക്ഷിതാവ് പോയി പറയണം അത് അങ്ങനെയല്ല ഇങ്ങനെ പറഞ്ഞാൽ ഒരു സമ്മതിക്കൂല. എന്നോട് രക്ഷിതാക്കൾ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് എൻ്റെ സാറ് ഇങ്ങനെയാണ് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറയുന്ന കുട്ടികളുണ്ട്. അതായത് കുട്ടികൾ അവരുടെ ആ ഒരു എന്താ പറയുക, നമ്മളെ നിരീക്ഷണ ശേഷി അത് അവരുടെ ജീവിതത്തിൽ പകർത്തണമൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യും. ഞാൻ മനസ്സിലാക്കുന്നത് ബാസിലിന്റെ മനസ്സിലുള്ള ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളത് എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും ഇൻഫ്ലുവൻസ് എന്ന് വിളിക്കൂല. അപ്പോൾ എൻ്റെ വാപ്പനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, എൻ്റെ അമ്മനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ അമ്മ എൻ്റെ അപ്പനെ ഇൻഫ്ലുവൻസ് എന്ന് വിളിക്കൂല. ഇൻഫ്ലുവൻസർ എന്നുള്ള ആ പേരിന് അർഹരെന്ന് പറയുന്നത് മാനയെ പോലെയുള്ള ഇങ്ങനത്തെ ആളുകളാണ് യഥാർത്ഥത്തിൽ ആ പേരിന് അർഹര് എന്നുള്ളതാണ് ഈ സോഷ്യൽ മീഡിയ. പക്ഷെ അത് ഭയങ്കര പോയിന്റാണ്. നമ്മളൊക്കെ ഈ പറയുന്ന ഇന്നടക്കത്തിന്റെ പരിധിയിൽ നിർത്തിയിട്ട് വേണം ആളുകൾ വിലയിരുത്താൻ. അതായത് ഞാൻ ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ആണെന്ന് ഇപ്പം ഞാൻ സ്വയം ഇപ്പം ഈ അടുത്ത് ഞാനൊരു ഇത് കണ്ട് ഒരു വീഡിയോ കണ്ട് ഏതോ ഒരു പ്രമുഖ ഷോപ്പിന്റെ ഒരു വീഡിയോ അത്. അപ്പം അവിടെ ഏതോ ഒരു സ്വയം പ്രഖ്യാപിത ഇൻഫ്ലുവൻസർ ആണെന്ന് പറയുന്ന ഒരാൾ കയറി വന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്തു. എന്നിട്ട് ബില്ലടിക്കാൻ സമയത്ത് അയാൾ പറയണല്ലോ ഞാൻ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ ആണ്, അപ്പോൾ ഞാൻ എന്ത് ചെയ്തുതരാം, പിന്നെ അതാരാന്ന് അവരതിൽ പറയണില്ല കേട്ടോ, ആ വീഡിയോയിൽ പറയണില്ല. എന്നിട്ട് പറയണല്ലോ ഞാൻ അങ്ങനെ നിങ്ങൾക്ക് പ്രൊമോഷൻ ചെയ്തു തരാം, അപ്പം നിങ്ങൾക്ക് അത്ര ഇത് കിട്ടും, അത്ര റീച്ച് കിട്ടും, ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ആള് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞല്ലോ ഞങ്ങളതിന് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ,
നിങ്ങൾ ഇതിൻ്റെ ബില്ല് പേ ചെയ്യണം പറയും. അതായത് അങ്ങനെയൊക്കെ പല ആളുകളും ഇതിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വേറൊരു തലത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നുണ്ട്. അതായത് ഇപ്പം ഞാനോട് ഇന്നോട് പറയും, ഞാനൊരു ഇൻഫ്ലുവൻസറാണെന്ന് പറഞ്ഞാൽ ഞാനോട് ഇറങ്ങി അങ്ങനെ ഉണ്ടാവും. ഓരോ ഷോപ്പിൽ പോയിട്ട് ഇതേപോലെ ഡ്രസ്സ് എടുക്കുക, എന്നിട്ട് ഞങ്ങൾക്ക് പൈസ തരുന്നില്ല, ഞാൻ അതാക്കി തരാം. ഓർക്കിൻ്റെ സേവനം ആവശ്യമുണ്ടെങ്കിൽ ഒരു ഇങ്ങോട്ട് ബന്ധപ്പെടും. ഓർക്കിപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു പരസ്യം ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഇങ്ങോട്ട് ബന്ധപ്പെടും, നിങ്ങൾ ഇങ്ങനെ ചെയ്തു തരുമോ, നമുക്ക് അതിന് പകരം ഞങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെയും കാര്യങ്ങളൊക്കെ ചെയ്തു തരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യും, അത് ചെയ്തുതരാം. അതും നമ്മൾ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, പല സാധനങ്ങൾ നമ്മളെ ഇങ്ങോട്ട് പൈസ തരാമെന്ന് പറഞ്ഞിട്ട് കോൺടാക്ട് ചെയ്യും. അപ്പോൾ നമ്മളിത് നമ്മളെ ഓഡിയൻസിക്ക് അല്ലേ, ഇപ്പോൾ ഒരു ഏകദേശം ഒരു 190K ഫോളോവേഴ്സില്ല എനിക്ക്, ഈ ഒരു 1,90,000 ആളുകളിലേക്ക് ഞാനൊരു സാധനം പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഓരെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു കൂടി ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ആലോചിക്കണം. എനിക്ക് പൈസ കിട്ടും. അപ്പോൾ ഞാനത് എങ്ങനെയൊക്കെ ബാധിക്കുന്നില്ലും കൂടി ഞാൻ എന്ത് ചെയ്യണം, ഞാനൊന്ന് ഇതാക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാം, ഇപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ പ്രത്യേകം എടുത്ത് ഞാനത് പ്രൊമോട്ട് ചെയ്തിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, എൻ്റെ ഓർമ്മയിൽ ഏതും ഇല്ല കേട്ടോ അങ്ങനെ. അപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്ന ഒരു ചിന്തയാണ് അത്. ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മളെല്ലാവരും യൂത്തിനും എല്ലാവർക്കും വേണ്ട ഒരു സാധനം എന്താണ്, അതായത് വെളുപ്പ്. അതായത് തൊലി വെളുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പം ഈ വെളുക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ ഇന്ന് വിപണിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ അടുത്ത് ഞാൻ ഈ മീഡിയ വണ്ണിൻ്റെ ആണ് റിപ്പോർട്ടറിൻ്റെ ആണ് ഒരു ഡോക്യുമെൻ്ററി ഞാൻ കണ്ട്. ആ ഡോക്യുമെൻ്ററിയിൽ ഈ ഡോക്ടേഴ്സ് ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു ഇതേ കണ്ട്. അതായത് ചില ഉൽപ്പന്നങ്ങളുടെ ഉറവിടം എവിടെയെന്ന് പോലും എന്ത് ചെയ്യണില്ല, അറിയണില്ല. അതായത് ഇത്ര ദിവസം കൊണ്ട് റിസൾട്ട്, അത്ര ദിവസം കൊണ്ട് റിസൾട്ട്, അല്ലെങ്കിൽ തേച്ചാണ്ടൊന്ന് കൈക്ക് കഴിഞ്ഞ ഉടനെ റിസൾട്ട് എന്ന് ഇൻഫ്ലുവൻസേഴ്സ് വന്ന് പറയുമ്പോഴേക്കും ഇതെന്ത് ചെയ്യാണ്, അതിൻ്റെ അടിയിൽ ഇത് ഓർഡർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ട് ഇത് ഓർഡർ ചെയ്ത് വരുത്തിച്ച് തേക്കാണ്. പ്രത്യേകിച്ച് ഇതുപോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ബാക്കിയുള്ളപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ്, വേറൊരു പ്രൊഡക്റ്റ് വാങ്ങുകയാണ്, നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാത്രം ഒക്കെ വാങ്ങുകയാണെങ്കിൽ അത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അത് ഒഴിവാക്കി വിട്ടാൽ കഴിഞ്ഞു, പൈസ പോയി എന്നല്ല വിചാരിക്കുള്ളൂ. പക്ഷെ ഇത് നമ്മുടെ ശരീരത്തിനും കൂടി എന്ത് വരികയാണ്, കേട് വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആളുകൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. റെസ്പോൺസിബിൾ ആകണം. നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും എഫക്റ്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും റെസ്പോൺസിബിൾ ആകാം. ഇപ്പൊ ടീച്ചർ എന്നുള്ള നിലക്കാണോ ഇപ്പോൾ ഞാൻ ചോദിക്കണം, ഇപ്പോൾ ഇങ്ങനെ ഒരു മെന്റാലിറ്റി നമുക്ക് രൂപപ്പെടാന്ന് പറഞ്ഞാൽ ഇപ്പൊ ടീച്ചർ പറയുന്നു, അപ്പൊ കുട്ടികൾ അതേപോലെ കേൾക്കുന്നു, അതൊരു വേദവാക്യം പോലെ എന്ന് പറയാം നമുക്ക് പലപ്പോഴും അങ്ങനെയാണ്. അപ്പൊ ടീച്ചിങ്ങിൽ വരുമ്പോ എങ്ങനെ കുട്ടികൾ നിങ്ങളെ അനുകരിക്കും? ഇപ്പൊ ഞങ്ങളെ സാറ് വ്ളോഗൊക്കെ ചെയ്യുന്ന സാറാണ്, ഇപ്പൊ നിങ്ങൾ വ്ളോഗ് കാണും, അഭിപ്രായമൊക്കെ പറയും? ഇരുന്ന് കാണും അവര്. നമ്മൾ ചെയ്യണ ഓരോ വീഡിയോസ് ഇരുന്ന് കണ്ട് പിറ്റേന്ന് നമ്മളോട് പറയും അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ കാണില്ല സാറേ, ഞാൻ കണ്ടിന്റെ ഉമ്മച്ചി കണ്ടിന്റെ ഉപ്പച്ചി കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അമ്മ കണ്ട്, ജ്യേഷ്ഠൻ കണ്ട്, അനിയത്തി കണ്ട് എന്നൊക്കെ പറഞ്ഞ കുട്ടികളൊന്ന് പറയും. അപ്പൊ അവരിതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട് കാര്യങ്ങളൊക്കെ അവര്. ക്ലാസ് റൂമിൽ എങ്ങനെ, പിന്നെ ക്ലാസ് റൂമിൽ എത്തുമ്പോ എങ്ങനെ അതിന് വേറൊരു തലുണ്ട്. ഇപ്പോ നമ്മളിപ്പോ ഇങ്ങനെ കാണുന്ന പോലെയല്ല ക്ലാസ് റൂമിൽ. അപ്പൊ ഞാൻ എന്റെ കുട്ടികളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ക്ലാസ് എടുക്കുന്ന ടൈമിൽ ഞാൻ എങ്ങനെയും ഫ്ലെക്സിബിൾ ആണ്. അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഏത് രീതിയിൽ ഞാൻ ഫ്ലെക്സിബിൾ ആവും. പക്ഷെ ഞാൻ വെക്കുന്ന ഒരേ കണ്ടീഷൻ തന്നെ, ക്ലാസ് എടുക്കണം നമുക്ക്, അതായത് ആ ഒരു പഠനത്തിനുള്ളൊരു സമയമുണ്ട്, അത് അതിനു വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ ആ ഒരു സാധനം അവരുടെ മൈൻഡിലും ഉണ്ട്. അത് ആ സമയത്ത് ഒരു അലമ്പിൻ്റെ ക്ലാസ്സിൽ ഉണ്ടാവില്ല. അവര് ഞാൻ എന്താണോ പറയണത് അത് കേട്ട് വളരെ കൃത്യമായിട്ട് പറയുന്നതൊക്കെ എഴുതി, ഞാൻ എൻ്റെ ശബ്ദമൊക്കെ കറക്റ്റായിട്ട് കേട്ട് അത് ക്യാച്ച് ചെയ്യും. പഠിച്ചു വരാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും, പഠിച്ചു വരും, കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നാൽ അല്ലാത്ത ഫ്രീ സമയങ്ങളിലൊക്കെ അതായത് അവരെ ദോഷകരമായി ബാധിക്കാത്ത ഏതൊക്കെ രീതിയിൽ, ആരോഗ്യകരമായ ഏതൊക്കെ രീതിയിൽ അവർക്ക് ഫ്ലെക്സിബിളായി നിന്ന് കൊടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്, നിന്ന് കൊടുക്കാറുണ്ട്. അത് അവരുടെ എന്ത് എൻജോയ്മെൻറ്റിനാണെങ്കിലും എന്താണെങ്കിലും. ഇപ്പോൾ ഞാൻ എല്ലാ വർഷം ചെയ്യുന്നൊരു പരിപാടിയാണ്, ഞാൻ അവസാന വർഷം ആ സ്കൂളിൽ നിന്ന് പോകുന്ന കുട്ടികൾ എന്ത് ചെയ്യും, എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഫുഡൊക്കെ കൊടുത്ത്, ഇപ്രാവശ്യം നോമ്പിൻ്റെ തലേ ദിവസമാണ് ഞാൻ കൊണ്ടുവന്നത്. ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർ എന്നോട് എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാത്തൊരു ദിവസമാണ് ഈ ഒരു വർഷത്തിൽ. അത് എല്ലാ വർഷവും അതേപോലെ ലാസ്റ്റ് ബാച്ചിൽ ഞാൻ കൊണ്ടുവരാറുണ്ട്. അവരെ കൊണ്ടുവന്ന് അന്നൊരു ഡേ ഫുള്ള് ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വീട്ടിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടെറഫിലൊക്കെ പോയി. ഞാൻ തന്നെ അവരെ കൊണ്ടുവന്നത്. എന്നിട്ട് ഞാൻ തന്നെ അവരെ വൈകുന്നേരം വീട്ടിൽ. അപ്പോൾ ഇതിനൊക്കെ രക്ഷിതാക്കൾ ഓക്കെയാണ്. അതെന്താ വെച്ചാൽ അവർ നമ്മളെടുത്ത് ഓക്കെ ആവണോണ്ടാണല്ലോ ഈ കുട്ടികളെ സ്കൂളിൽ. സബ്ജക്റ്റാണ് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടം ഇതേപോലെ മാത്സും സയൻസും കൈകാര്യം ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അങ്ങനെയാണ് സ്കൂളിൽ. അപ്പോൾ അതേപോലെ പിന്നെ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ നമ്മൾ മാക്സിമം ചില കോഡുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് കുട്ടികളെ ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യും. ചില സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ ഒരു ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യും. അങ്ങനെ അത് വീഡിയോസിലൊക്കെ ഒരു എക്സാമ്പിൾ തരാൻ പറ്റുമോ നമുക്ക്? പഠിക്കാൻ കുട്ടികൾക്ക് ഒരു ഇപ്പം കെമിസ്ട്രിയിൽ കുറേ മറ്റേ ഈ നെയിംസ്
കെമിക്കൽ അങ്ങനത്തെ ഒക്കെയാണല്ലോ കുറച്ചും കൂടി. ഞാൻ ഇപ്പോൾ പീരിയോഡിക് ടേബിളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ PSC ഒക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് കോഡുകളും കാര്യങ്ങളൊക്കെ. അതായത് ആ ടേബിൾ അനുസരിച്ച് അതിന്റെ ഗ്രൂപ്പും പീരീഡൊക്കെ അനുസരിച്ച് കുറേ കോഡുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊന്നും ചിലപ്പോൾ ഈ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെറിയ കുട്ടികളാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഇത് പിന്നെ സോളാർ സിസ്റ്റം ഒക്കെ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ജെയ്സൺ ഭൂമിയിൽ വീണു മാമി എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ജൂപ്പിറ്റർ, അങ്ങനെ ആ ഒരു ഓർഡറിൽ നമ്മൾ കറക്റ്റ് അവർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു. അത് ജസ്റ്റ് ഒരു കോഡാണ്. അപ്പോൾ ഈ ഒരു ജെയ്സൺ ഭൂമിയിൽ വീണു മാമി എന്നൊക്കെ പറയുമ്പം അത് ഒരു സാധനം അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കും, ജെയ്സൺ എന്ന് പറഞ്ഞ കുട്ടി ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓടി കളിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ വീണു. അപ്പോൾ മാമീന്ന്, അതായത് അമ്മൻ്റെ അനിയത്തിയാണ് ഈ മാമി, മാമി എന്ന് പറഞ്ഞ് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടി അതെന്ത് ചെയ്യാണ്, അത് പിന്നെ ഒരു സാധനമാണ് ഓരോ മനസ്സിലവിടെ ഫിക്സ് ആയത്. ഇപ്പോഴത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഫീൽ ചെയ്തു? അത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ എനിക്ക് മാത്രമല്ല, അധ്യാപകരായിട്ടുള്ള ഓരോരുത്തർക്കും അറിയാം എന്തൊക്കെയാണ് പോരായ്മകൾ. അതായത് കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം നമ്മളെ പാഠ്യപദ്ധതികളിൽ കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചു എന്നേ എന്തേ ഉള്ളൂ ഞാൻ പറയുള്ളൂ. അതായത് അതിപ്പം അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് നമ്മളും പറയാൻ പറ്റുന്നിടത്തൊക്കെ പറയലുണ്ട്. അതായത് ഇപ്പം നമ്മളെ ഹയർ അതോറിറ്റിയിൽ നമുക്ക് പറയാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. ഇതിൽ വരുന്ന മാറ്റങ്ങൾ ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം കണ്ടന്റ് ഭയങ്കരമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു LP സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് നിങ്ങളൊന്ന് പോയി എടുത്ത് നോക്കുക, അവരുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുക. അതായത് ടീച്ചർമാർക്ക് ഈ ഒരു അക്കാഡമിക്കിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾക്ക് ശേഷം ഈ ഒരു പാഠം തീർക്കണ ഓട്ടത്തിലാണ് ആര്, ടീച്ചേഴ്സ്. അല്ലാത്ത ഒരു മൂല്യങ്ങളും കാര്യങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള സമയം കിട്ടണില്ല. അതായത് ഭയങ്കരമായിട്ട്, അതായത് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇപ്പോൾ 1ാം ക്ലാസ്സിൻ്റെ 3ാം ക്ലാസ്സിന്റെ 5ന്റെ 7ന്റെ ഒക്കെ പുസ്തകങ്ങൾ മാറി. ഇനി ഈ വർഷം മാറാൻ പോകുന്നത് 2, 4, 6, 8 ഇതൊക്കെ മാറാൻ പോവാണ്. ഈ വർഷം മാറും. അപ്പം എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് പാഠഭാഗങ്ങൾ ഇപ്പോൾ 1ാം ക്ലാസ്സിലൊക്കെ ഭയങ്കര ചെറിയ കുട്ടികളല്ലോ 1ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ. അതായത് പാഠത്തിന്റെ എണ്ണമൊക്കെ എത്രയോ അധികമാണ്. ഇപ്പോഴും പാഠം തീരാതെ ടീച്ചേഴ്സ് എന്ത് ചെയ്യാണ്, സ്കൂളിൽ ബുദ്ധിമുട്ടാണ്. ഇതിന്റെ ഇടയിലാണ് നമ്മുടെ ആർട്സ്, സ്പോർട്സ്, ദിനാചരണങ്ങൾ, മറ്റ് കലാപരിപാടികൾ, ആനുവൽ ഡേ, ഇങ്ങനെ ഒരുപാട് പരിപാടികൾ നടന്നു പോകണ്ടേ. അതിന് പുറമെ വരുന്ന പൊതു അവധികൾ, കാര്യങ്ങൾ, അതൊക്കെ പോയിട്ടുള്ള ബാക്കിയുള്ള ദിവസത്തിൽ ഈ പാഠങ്ങളും ഇതൊക്കെ തീർന്നു കഴിഞ്ഞിട്ട് എക്സ്ട്രാ ഒരു സംഭവം കുട്ടിയെ പഠിപ്പിക്കാൻ എന്നുള്ളത് പറഞ്ഞാൽ അത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ സമയം അധ്യാപകർ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട് ഉള്ള സമയത്തൊക്കെ വെച്ചിട്ട്. ഇപ്പം നമ്മൾ ഈ സമകാലിക വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് എന്ന് മാത്രം. ഈ കുട്ടികളെ ഇത് മാത്രമല്ല അളക്കുന്നുള്ളൂ പരീക്ഷയിൽ, ഓർമ്മശക്തി മാത്രം. അതെ, അതിലപ്പുറം ഒന്നും സ്കില്ല് എന്തെങ്കിലും ഇതാക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടപെടാറുണ്ടോ? എങ്ങനെ ആ സ്കില്ല്, അതായത് ഓരോ കുട്ടികൾക്ക് വ്യത്യസ്ത സ്കില്ലാണ്. അപ്പം അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ആ കുട്ടിയെ നമ്മളെ മാക്സിമം എന്ത് ചെയ്യാറുണ്ട്, സപ്പോർട്ട് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളോട് എന്ത് ചെയ്യും, പറയും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഞാൻ ഒരു ട്രെയിനിങ്ങിന് പോയ സ്കൂളിൽ ഒരു കുട്ടീനെ, കുട്ടിൻ്റെ പേര് യദു എന്നാണ്. ഈ കുട്ടിക്ക് അറബി പഠിക്കാൻ ഭയങ്കര താല്പര്യമാണ്. അതായത് അപ്പം ഞാൻ അവൻ്റെ അമ്മക്കൊരു കാര്യം പറഞ്ഞു കൊടുത്തു മീറ്റിങ്ങിന് വന്നപ്പോൾ. പിന്നെ ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ അറബി പഠിച്ചു കഴിഞ്ഞാൽ PSCയിലൊക്കെ സംവരണം ഉണ്ട്. അവനൊരു ജോലി എത്തിപ്പെടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പൊ എനിക്കറിയുന്ന ആളുകൾ തന്നെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ലിസ്റ്റിലൊക്കെ കയറിയ ആളുകളുണ്ട്. അതായത് അവർക്ക് ജസ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്ത് ലിസ്റ്റിന്റെ എവിടെയെങ്കിലുമൊക്കെ വന്നാൽ മതി, ജോലി ഷുവറാണ്. കാരണം സംവരണമാണ് അത്. കാരണം അറബി എന്ന് പറഞ്ഞാൽ അറബി പഠിക്കണമെങ്കിൽ എന്താ ബുദ്ധിമുട്ട്, ഒരു ഭാഷയാണ് അറബി അല്ലേ. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ, അറബ് രാജ്യങ്ങളിൽ പോയി ജോലി എടുക്കുന്ന ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും അറബി പഠിക്കണില്ലേ. അറബി ഒരു ഭാഷയാണ്. അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റിനനുസരിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോഴേ കുട്ടി എന്ത് ചെയ്യുള്ളൂ എവിടെയെങ്കിലും. എന്താണ് ഇപ്പോഴത്തെ ഒരു ഏറ്റവും ചെറിയ കുട്ടികളെ പഠിപ്പിക്കണേ, എന്താണ് അവരുടെ ട്രെൻഡ്, ഒരു മൂഡ് എന്താ? ട്രെൻഡ് എന്നാലും ഒരു ട്രെൻഡിനൊപ്പാണ്. അതായത് ഉള്ള പറയാലോ, നമുക്ക് കുട്ടികൾ പറഞ്ഞ ട്രെൻഡിനൊപ്പാണ്. ഇപ്പോ നമുക്ക് ഈ പുതിയതായി ഇറങ്ങുന്ന ഈ റാപ്പ് സോങ്ങുകളൊക്കെ ഉണ്ട്. അതറിയാത്ത ഒരു കുട്ടിയും ഒരു ക്ലാസ്സിലുണ്ടാവില്ല. അതിന്റെ വരികൾ തുടക്കം മുതൽ അവസാനം വരെ ഒരു മനപ്പാടാണ്. ഏത് കടുകട്ടി വാക്കുകളാണല്ലോ ഇപ്പോൾ ഈ റാപ്പ് സോങ്ങിൽ ഉണ്ടാവുക, അത് അവര് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് അവരെന്ത് ചെയ്യണം, അത് പഠിച്ചെടുക്കണം. അതായത് അതിൻ്റെ ഒരു മോഡ്, അതിൻ്റെ ഒരു സ്റ്റൈല്, അങ്ങനെയാണല്ലോ ഈ റാപ്പ് സോങ് ഭയങ്കര അല്ലേ. അപ്പോൾ അത് പെട്ടെന്ന് ഇവരെന്ത് ചെയ്യാണ്, ക്യാച്ച് ചെയ്യണം, അത് പഠിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്നാലും തമാശ കുട്ടികളുടെ നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കുഞ്ഞുണ്ണി മാഷിൻ്റെ ഇവരൊക്കെ കവിതകളും കോട്ടുകളൊക്കെ മാറ്റിയിട്ട് അല്ലേ, നമുക്ക് പുതിയ വരുന്ന നമ്മളെ റാപ്പേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ തമാശക്ക് പറഞ്ഞാണ് നമ്മളെ MHR, ഡാപ്സി, ഇതേപോലെയുള്ള പുതിയ വരുന്ന ഒരുപാടുണ്ട്, തിരുമാലി. അപ്പോൾ ഇവരൊക്കെ പാട്ട് നമുക്ക് ബുക്കിൽ കൊടുത്താലോ വെച്ചു, അത് പൊളിക്കും സാറാണ്. അപ്പം കുട്ടികളെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പം കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ പാഠ്യപദ്ധതിയിൽ മാറ്റം വരുത്തണം എന്നാണ് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം. അതേപോലെ ഇപ്പം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ലഹരി. നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല അത്. അതായത് ആദ്യകാലങ്ങളിൽ ഹയർ സെക്കൻഡറി കോളേജ് തലത്തിൽ മാത്രം ബോധവൽക്കരണം കൊടുത്തുകൊണ്ടിരുന്ന ഒരു സാധനം ഇന്ന് അത് താഴേക്ക് വരികയാണ് കേട്ടോ. ഹൈസ്കൂളിലേക്ക് വന്നു, ഹൈസ്കൂളിൽ നിന്ന് ഇപ്പോൾ UP സ്കൂളിൽ വന്നു.
4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ പോലും ഇതിന്റെ കാരിയേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഇത് നമ്മളെ വീട്ടിലെത്തുമ്പോഴേ ഇതിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. 4ാം ക്ലാസ്സിലും 5ലും 6ലും 7ലും പഠിക്കുന്ന കുട്ടികളെ അവർ പോലും അറിയാതെ ഇതിന്റെ കാരിയേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാണ്, ഉപയോഗിക്കുകയാണ് ഈ ലഹരി മാഫിയ സംഘങ്ങൾ. ഇപ്പോൾ ഒരു വീഡിയോ ഉണ്ട്, സോലി ഒറ്റപ്പാലം പറഞ്ഞ ഒരു പയ്യന്റെ ഒരു വീഡിയോ ഉണ്ട്. ഭയങ്കരമായിട്ട് ലഹരിക്ക് അടിമയായിരുന്നു, ഓനിപ്പോൾ ലഹരിക്കെതിരെ എന്ത് ചെയ്യാൻ തുടങ്ങിയിരിക്കണ്. അതായത് അതിൽ നിന്നും മോചിതനായി ഇപ്പോൾ അതിനെതിരെ സംസാരിച്ച് ഇപ്പോൾ ക്യാമ്പയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്കൂളുകളിലൊക്കെ പോയിട്ട് 4-5 വർഷം അഡിക്റ്റ് ആയിന്ന് പറഞ്ഞു കേട്ടോ. ഇപ്പോൾ തിരിച്ചു വന്നു. ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ സഹായത്തിലാവുമ്പോൾ അതിനൊക്കെ മോചിതനായിങ്ങാണ്ട് ഇപ്പം മോട്ടിവേഷൻ ക്ലാസ് എടുക്കുകയാണ്. അതായത് ലഹരി ഉപയോഗിച്ചാൽ വരുന്ന പ്രശ്നങ്ങൾ സ്വന്തം അനുഭവത്തിൽ നിന്ന് എടുത്ത് പറയാനാണ്. അപ്പം അങ്ങനെ യുവാക്കൾ കടന്നു വരാൻ പറയുന്നത് എന്തിനാണ് ഈ ലഹരി? നമുക്ക് ലഹരിയായിട്ട് നമ്മുടെ കുടുംബം, ഫ്രണ്ട്സ്, അതിൽ നിങ്ങൾ എന്റർടൈൻമെന്റ് കണ്ടെത്തിക്കോളി മാക്സിമം. നമുക്ക് അതിന്റെ ലഹരിയില്ല. പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിനോദം, അത് നല്ലതാണ്. ഇപ്പൊ ഞാൻ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുട്ബോൾ. രാവിലെ കളിക്കല്, അതായത് ഒരു 4 വർഷമായിട്ട് ഞാൻ തുടർച്ചയായിട്ട് രാവിലെ ഫുട്ബോൾ കളിക്കുന്ന ഒരാളാണ്. നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ടർഫ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ നാട്ടിലുള്ള ആളുകളൊക്കെ അതിൽ പല ഏജ് കാറ്റഗറിയിലുള്ള ആളുകളുണ്ട്. അപ്പൊ എന്റെ ഏജ് കാറ്റഗറിയിലോട് മാത്രമല്ല എനിക്ക് അതിലൂടെ ബന്ധം ഉണ്ടാവുന്നത്. ഒരു 30, 35, 40 വയസ്സായ ആളുകൾ വരെ ഞങ്ങളുടെ കൂടെ രാവിലെ കളിക്കുന്നവരുണ്ട്. അതിനുശേഷം വൈകുന്നേരം സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ജിമ്മിലും പോകും. അതായത് നമ്മൾ ലഹരി എന്ന് പറഞ്ഞാൽ അതുപോലെ യാത്രകള്. ലഹരി ചർച്ച ചെയ്യുമ്പോൾ ലഹരിയിൽ എപ്പോഴും ഉള്ളൊരു സംഗതി എന്ന് വെച്ചാൽ മൊത്തത്തിൽ നമ്മളെ കുട്ടികളെ നമ്മളെ എൻഗേജ് ചെയ്യിക്കണം. ഈ പറയുന്ന ചെറിയ ഇപ്പം ഈ നമ്മളൊരു പരീക്ഷ കേന്ദ്രീകൃത സിസ്റ്റമാണ് നമ്മുടെ സ്കൂളിലൊക്കെ ഉള്ളത്. അതിനപ്പുറത്തേക്ക് അക്കാദമിക്കലായിട്ടോ ഒരു എൻഗേജ്മെൻറ്റ് നമ്മളെ കുട്ടികൾക്കില്ല. പിന്നെ വേറെ രൂപത്തിലൊന്നും ഇല്ല. പിന്നെ ഈ മൊബൈലിൻ്റെ ഇത് ഒരു കൂടുതൽ വ്യാപിച്ചതോടുകൂടി പിന്നെ വീണ്ടും എൻഗേജ്മെൻറ്റ് കുറയാണ്. എൻഗേജ്മെന്റ് കുറയുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനത്തെ ഓരോ ദുശീലങ്ങൾക്ക് കുട്ടികൾ പഠിക്കണം എന്നാണ് അഭിപ്രായം. ഇപ്പൊ PT നമുക്കുണ്ട്, പക്ഷെ PTന്റെ ഒരു എക്സാം നമുക്ക് നടക്കണ്ടോ? ഇല്ല. അതായത് ആ കായികവുമായി ബന്ധപ്പെട്ട എക്സാം നമുക്ക് നടക്കണില്ല. അപ്പൊ കുട്ടികൾ അതിനുള്ള പ്രാധാന്യം അതിന് കൊടുക്കണുള്ളൂ. ആ ഒരു കായികപരമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആ ഒരു പ്രാധാന്യം ഒട്ടുമുക്ക കുട്ടികളും കൊടുക്കണുള്ളൂ. കാരണം എക്സാം നടക്കണില്ല. അതേപോലെ തന്നെ പാഠഭാഗങ്ങളിലേക്ക് എന്തായിരിക്കണം ഒരു യഥാർത്ഥ മനുഷ്യൻ, എങ്ങനെ ആയിരിക്കണം നമ്മൾ സമൂഹത്തിൽ പെരുമാറുക, ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവരുന്നത്. അതായത് അത് അത്യന്താപേക്ഷിതമായി മോറൽ സ്റ്റഡീസ്, അതായത് അതെ മോറൽ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള എന്തെങ്കിലും ഒരു സാധനം നമ്മളെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇരിക്കുന്നത് എങ്കിൽ അത് ഉൾപ്പെടുത്തൽ നമ്മളെന്താണ് ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ വരും തലമുറ എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ വരുന്നത് വേറെ പലതുമാണ്. അപ്പോ ഭയങ്കരമായിട്ട് ഉള്ളൊരു സംഭവമാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, അത് വന്നാൽ മാത്രം പോരാ, അതിന് എക്സാം വേണം. അപ്പോഴേ അവരെന്ത് ചെയ്യുള്ളൂ, പഠിക്കുള്ളൂ. അതായത് എക്സാം സിസ്റ്റത്തോട് ഞാൻ ഒരു തരത്തിൽ എതിർപ്പാണ്, യോജിക്കുന്നില്ല. ഇവിടെ ആ ഒരു സിസ്റ്റം ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിനൊരു എക്സാം എന്നുള്ള എന്താണ് നമ്മളെ എബിലിറ്റി എന്താണ് അളക്കുന്നത്, ഒന്നും അളക്കുന്നില്ല. നമ്മളെ ഓർമ്മശക്തി കാണാപാഠം പഠിക്കുന്നത്, നമ്മളെ ഓർമ്മശക്തി അളക്കുന്നുണ്ട്. അത് ആ ടൈമില് 2 hours നമുക്ക് ഓർമ്മ കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു 2 മണിക്കൂർ എത്ര ഓർത്തെടുക്കാൻ പറ്റും? ചില ആൾക്ക് സമയം എടുക്കും ഓർത്തെടുക്കാൻ. ഇങ്ങോട്ടിപ്പോ ചെയ്യുന്ന ദ്രോഹം എന്താ വെച്ചാല് A+ ഏരിയ അങ്ങനെ സ്പെസിഫിക്. ഇങ്ങോട്ട് ആ കുട്ടി സബ്ജക്റ്റ് ഒന്നും പഠിക്കുന്നില്ല. ഇപ്പോൾ ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ ആ ലാംഗ്വേജ് പഠിക്കുക, പിന്നെ അതിലൊരു സ്കിൽ ഡെവലപ്പ് ചെയ്യുക, ഒന്നും സംഭവിക്കുന്നില്ല. ഈ A+ ഏരിയ എന്നുള്ളതിന് കുറേ ടിപ്സും അതിന് പ്രത്യേകമായിട്ടുള്ള ചില ഒരു പരിപാടികളൊക്കെ ആയിട്ടുള്ള സംഗതികളാണ് പലപ്പോഴും. ഞാൻ പറയാറുണ്ട്, 10ാം ക്ലാസ്സിലെ കുട്ടി ഒരു വർഷം മൊത്തിരുന്ന് അങ്ങനത്തെ പഠിക്കുകയാണ്. അതിന് പകരം നല്ല അടിപൊളി ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും വായിച്ചാൽ ഒരു വേറെ ലെവലെത്തുന്നുള്ളത്. ആ 10ാം ക്ലാസ് വെറുതെ അത്രയും ഫോക്കസ് കൊടുത്തിട്ട് അവരുടെ ആ ടൈം മൊത്തം അവരെന്ത് ചെയ്യാണ് കൺസ്യൂം ചെയ്യാൻ നിങ്ങൾക്ക് തോന്നാറുണ്ട്. കാരണം അത്രയും ഉറങ്ങാതെ പഠിക്കല്ലേ. അതായത് എന്റെ അഭിപ്രായം എന്താ വെച്ചാല് അതൊക്കെ പഠിച്ചോട്ടെ, ഓക്കെ, എന്നാ അതിന്റെ കൂടെ ഇങ്ങനെയുള്ള വാല്യൂസും കൂടി കുട്ടികൾക്ക് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണത് നല്ലതാണെന്നാണ് ഒരു അഭിപ്രായം. പൊതുവെ ആളുകൾ വിചാരിക്കണം വിദ്യാഭ്യാസം കിട്ടുമ്പോൾ മനുഷ്യനാവുന്നൊക്കെ ആളുകൾ വെറുതെ പറയണ്ടായി. നമ്മൾ ഈ അടുത്തുള്ള കേസുകളൊന്ന് പരിശോധിച്ച് നോക്കി. വിദ്യാഭ്യാസത്തിന്റെ അത്യുന്നതയിൽ എത്തിക്കുന്ന ആളുകളാണ് പല കേസുകളിലും എന്തായിട്ടുള്ളത്, പ്രതികളുള്ളത്. അപ്പൊ നമ്മള് അത് മാത്രം ഒരു മാനദണ്ഡമാക്കി എടുക്കുന്നത് ശരിയല്ല എന്നാണ്. അതൊരു മാനദണ്ഡമല്ലെന്ന് ഞാൻ വിചാരിക്കും. നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ സയൻസും പറഞ്ഞ ബന്ധപ്പെട്ട ഉദാഹരണം തന്നെ, അതില് H2O ആണ് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ അത് ദാഹിക്കണ ഒരാൾക്ക് കൊടുക്കണം എന്നേ നമ്മൾ പഠിക്കണം. ആ വാല്യൂ നമുക്ക് ഇല്ലെങ്കിൽ പിന്നെ എന്താ അർത്ഥമാണ് പഠനത്തിൽ? ഇപ്പൊ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഒരു അതില് ഊളിടുന്നതിനപ്പുറം മാനസികമായ മൂല്യങ്ങൾ പല രാജ്യങ്ങളും നടപ്പിലാക്കുന്നുണ്ട്. വാല്യൂസ് പഠിപ്പിക്കുക. അപ്പൊ എനിക്കൊരു സന്തോഷ് ജോർജ് അങ്ങനെ ഒരു സംസാരത്തിലുണ്ട്, റോഡ് മുറിച്ചടക്കുന്നത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം ബേസിക്കായി നമ്മൾ ചെയ്യേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കുന്നത് പലതും ഇല്ല എന്നുള്ള ഒരു വിമർശനം. അപ്പൊ നമുക്ക് എല്ലാവരും ഇതിൽ യോജിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ സംഭവം ഇപ്പൊ 3ാം ക്ലാസ്സിന്റെയും 4ാം ക്ലാസ്സിന്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ റോഡ് സേഫ്റ്റി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ അങ്ങനെ മെല്ലെ മെല്ലെ വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ വരുന്ന മാർക്കിലാണ് കുട്ടിയെ ജഡ്ജ് ചെയ്യുന്നത്.
അതോടുകൂടി മാർക്ക് കുറഞ്ഞൊരു കുട്ടി എന്നാല് അവന് ഒന്നിനും കൊള്ളാത്തവനാണ്, അവന് എവിടെ എത്തൂല, അങ്ങനെ ഒരു ചാപ്പ കുത്തിയിട്ട് അടിച്ചമർത്തി വീട്ടിൽ പോലും മാർക്ക് കുറഞ്ഞ ആളുകളെ ചെറുതായി കാണുന്ന ഒരവസ്ഥ അത് ഉണ്ടായിട്ട് എന്തൊരു കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. പിന്നെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ കുട്ടികളുടെ മാനസിക ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെയാണ് ഈ മെൻ്റൽ ഹെൽത്ത്. അപ്പോൾ അതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ രക്ഷിതാക്കൾ വീട്ടിൽ കുട്ടികൾക്ക് വേണ്ട ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളൊരു സാധനം ചെയ്യാണ്ട് അത് മിക്ക വീടുകളിൽ ഇന്ന് എന്ത് ചെയ്യണില്ല, അത് നടക്കണില്ല. കാരണം കൂടുതൽ ഫാമിലീസിലും പ്രശ്നങ്ങളാണ്. ഇപ്പം നമ്മളൊരു അധ്യാപകനായി നിൽക്കുമ്പോൾ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് അറിയാം. ഈ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ സകല ഭാരവും താങ്ങിയിട്ടാണ് ഈ കുട്ടി എന്ത് ചെയ്യണത് രാവിലെ. അതായത് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അടി കൂടുന്ന കണ്ട് സ്കൂളിൽ വരുന്നൊരു കുട്ടി പഠിക്കണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പഠിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ വാശി പിടിച്ചാൽ, അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാത്തതിൻ്റെ പേര് നമ്മളെ കുട്ടിയെ ചീത്ത പറഞ്ഞാൽ ആ കുട്ടി അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ട്. കാരണം ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഈ അണുകുടുംബങ്ങളാണ്. അത് ജോയിന്റ് ഫാമിലി ഇപ്പോൾ ഉണ്ടോ, അതായത് വിരലിലുണ്ടാവുന്നുണ്ടെങ്കിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. പണ്ടൊക്കെ ഈ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ അറിയാം. കുട്ടികളെ നമ്മൾ എല്ലാ സാഹചര്യത്തിലൂടെയും കടത്തിവിടണം. എവിടെ കൊണ്ടുപോയിട്ടാലും കുട്ടിയെ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ നമ്മൾ ഈ കളികളുടെയൊക്കെ, അതായത് ഈ ഇന്നിപ്പോൾ കുട്ടികൾ കൂടുതലും ഈ ഫോണുമ്മലാണ്. അതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്താ വെച്ചാൽ നമ്മൾ ഈ പുറത്തിറങ്ങി കളിക്കുമ്പോൾ ഇപ്പോൾ ഒരു ഗെയിം, ഒരു ഫുട്ബോൾ നമ്മൾ തോൽക്കുകയാണ്. അത് തോൽക്കുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് അപ്പുറത്തെ ആളുകൾ കളിയാക്കും. ഇത് ചെറുപ്പം മുതലേ കിട്ടി വരുന്ന ഒരാൾക്ക് ഈ ചെറിയ ചെറിയ കളിയാക്കലുകളും അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും വരുമ്പോൾ കയറെടുക്കാനും തൂങ്ങി വരയ്ക്കാനും പോവില്ല. ഓർക്ക് ഇതൊക്കെ ഇതിലെ കേട്ട് ഇതിൽ വിടാനേ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് ഒരു ചീത്തവാക്കോ അല്ലേ, തെറ്റ് കണ്ടാൽ പോലും ഒരു ചീത്തവാക്കോ അല്ലെങ്കിൽ അതിന് തിരുത്തി കൊടുക്കുക പോലും ചെയ്യാതെ എൻ്റെ കുട്ടി ചെയ്താണ് ശരി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു രക്ഷിതാവ് ഒന്ന് സങ്കല്പിക്കണം. ആ കുട്ടി വലുതാവുന്ന വരെ ആ കുട്ടി അങ്ങനെ കൊണ്ടുനടന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ കുട്ടിയെ അവർക്കൊരു ചീത്ത പറയേണ്ടി വരികയാണ്. ആ കുട്ടിയുടെ മനസ്സിനെ താങ്ങാൻ കഴിയില്ല. കുട്ടി സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആത്മഹത്യ ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഇന്നേ വരെ ഒരു കുത്തുവാക്ക് പോലും കേൾക്കാത്തൊരു കുട്ടി +2 എത്തിയിട്ട് ഇതോടെ കേൾക്കുകയാണ് രക്ഷിതാവിൻ്റെ അടുത്ത് നിന്ന്. കുട്ടിക്ക് അത് താങ്ങാൻ കഴിയില്ല. അപ്പോൾ ചെറിയ ഇപ്പോൾ തള്ളക്കോയി ചവിട്ടിയാൽ കുഞ്ഞുങ്ങൾക്കൊന്നും പറ്റില്ല എന്ന് പറയുന്ന പോലെ ചെറിയ രീതിയിലൊക്കെ രക്ഷിതാക്കൾക്ക് ശിക്ഷിക്കേണ്ട സ്ഥലത്ത് എന്ത് ചെയ്യുക, ആദ്യം തന്നെ പോയി വടിയെടുത്ത് അടിച്ച് നന്നാക്കി ശരിയാക്കണം എന്നല്ല പറയണത്, പറഞ്ഞു കൊടുക്കുക. അപ്പോൾ രണ്ടാമതും പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ തന്നെ അങ്ങനെയല്ലേ പറയണത് അല്ലേ, ഇന്ന വയസ്സിൽ നിങ്ങൾ ഉപദേശിക്കുക അല്ലേ, ഇന്ന വയസ്സിൽ പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് ഇന്ന വയസ്സിൽ അതിനെ ശിക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പറയണത്. അത് 3ാമത്തെ 4ാമത്തെ പ്രാവശ്യമൊക്കെയാണ് പറയുന്നത്. അതായത് ആ ഒരു രീതി കൈക്കൊണ്ടാൽ മതി. അതായത് തെറ്റ് കാണുമ്പോൾ തിരുത്താനുള്ളൊരു മനസ്സ് രക്ഷിതാക്കൾ കാണിക്കണം. അല്ലാതെ എൻ്റെ കുട്ടി ചെയ്തത് ശരിയാണ്, എൻ്റെ കുട്ടീനെ കേട്ടിരുത്തുന്ന ബാക്കിയുള്ള കുട്ടികളാണ്, ആ ഒരു സാധനം എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ട്. ഓൻ്റെ കൂടെ കൂട്ടിയിട്ടാണ് എൻ്റെ കുട്ടി കേട് വന്നത് എന്നുള്ളൊരു സാധനം അത് രക്ഷിതാക്കൾ എന്ന് ആ ഒരു സാധനം ഇറക്കി വെക്കണോ അന്ന് നിങ്ങളെ കുട്ടി എന്ത് ചെയ്യും, നന്നാവുന്നതാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. പാരൻസിൻ്റെ എന്താണെന്നാല് ഒരു ഞങ്ങൾ അനുഭവിച്ച വേദനകളൊന്നും ഞങ്ങളെ കുട്ടികൾ അനുഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, അവർക്ക് എല്ലാ സൗകര്യം കൊടുക്കുകയും ചെയ്യും, ഒന്നും പറയൂല, ഒന്നും ചീത്ത പറയൂല, അങ്ങനെ കൊണ്ടുനടക്കും. ഇപ്പം ഇതിൻ്റെ ചെറിയൊരു ഉദാഹരണം പറഞ്ഞിട്ടെ, ഇപ്പം നമ്മളെ വീട്ടിലൊക്കെ ജീവിക്കുന്ന കുട്ടികളെ ഒരു തണുത്ത കാറ്റ് അടുത്തുകൂടെ അടിച്ചു പോയാൽ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പനി വരും, ജലദോഷം വരും. കാരണം അവർ ജീവിക്കുന്ന സാഹചര്യങ്ങൾ അങ്ങനെയാണ്, പ്രതിരോധശേഷി കുറവുണ്ട്, ഒക്കെ ഉണ്ടാവും. നേരെ മറിച്ച് നിങ്ങൾ വേറെ ഒരു വിഭാഗത്തിനെ പറഞ്ഞുതരാം. നമ്മളെ ഈ കടൻ്റെ തിണ്ണയിലും ഒക്കെ കടന്നുറങ്ങണ നമ്മൾ അന്യ സംസ്ഥാനത്തു നിന്നൊക്കെ വരുന്ന സ്ത്രീകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെ കുട്ടികൾ എവിടെ കടന്നുറങ്ങണവരോ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ചവിട്ടി കിടക്കുന്ന ഈ ചെളിയിലും ഇതിലൊക്കെ ഉറങ്ങി ഒന്നും വേണ്ട. ഡൽഹിയിൽ ഞാൻ സ്കൂള് മാർച്ച് 30 പൂട്ടിക്കഴിഞ്ഞാൽ ജൂൺ 1 തുറക്കണീൻ്റെ, അതായത് ഇവിടെ ട്രെയിനിങ് തുടങ്ങുന്ന സമയത്ത് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുള്ളൂ. അതായത് ഒരു മെയ് പകുതി വരെ ഡൽഹി അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഏതെങ്കിലും സംസ്ഥാനങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ അറിയാം, ഒന്നും വേണ്ട, ഒരാൾ ഡൽഹിയിൽ പോയാൽ അറിയാം, അതായത് നമ്മളെ രാജ്യത്ത് ഇങ്ങനെയും ജനങ്ങളുണ്ട്, അതായത് പാലത്തിൻ്റെ ഒക്കെ ചോട്ടിൽ. അപ്പോൾ അവർക്ക് നമ്മളെ കുട്ടികളെക്കാളും പ്രതിരോധശേഷി ഉണ്ട്. ഇതേപോലെ തണുത്ത കാറ്റെടുക്കുമ്പോഴത്തേന് പനി വരുന്നില്ല. അതായത് അവർ ആ സാഹചര്യങ്ങളോട് എന്ത് ചെയ്യുകയാണ്, പൊരുത്തപ്പെടുകയാണ് ചെറുപ്പം മുതലേ. അതുകൊണ്ടാണ് അവർക്ക് ഇതിൽ പിടിച്ചിക്കാൻ പറ്റുന്നത്. പക്ഷെ നേരെ മറിച്ച് നമ്മളെ വീട്ടിലെ കുട്ടികളെ ഒന്ന് മുറ്റത്തിറങ്ങി ഒരു കാലിൻ്റെ അടിയിലൊരു ചളിയാകാൻ നമ്മൾ സമ്മതിക്കില്ല. കുട്ടികൾ കുറച്ചൊക്കെ മണ്ണിലൊക്കെ കളിച്ച് വളർന്ന് ആ ഒരു പ്രായത്തിൽ കടന്നു വരേണ്ട സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു വന്ന് വലുതാവണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ്. ഇരുത്തൂല, ചന്തി കറക്കും, കുടിനെ മുട്ടിലടത്തൂല, മുട്ട് കറക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ ഭയങ്കരമായിട്ട് ഞാൻ ഇത് പറഞ്ഞപ്പോൾ ആലോചിക്കുന്നതാണ്. ഞാൻ പലപ്പോഴായി ചിന്തിച്ചൊരു കാര്യമാണ്, ഈ പുറത്ത് ഭിക്ഷയാക്കുന്ന ആൾക്കാർക്ക് ആർക്കും കഷണ്ടി ഇല്ലല്ലോ, എല്ലാവർക്കും മുടിയുണ്ട്. ഈ മുടി കഷണ്ടി ആണെന്നൊക്കെ ആരാ പറഞ്ഞാല് നമ്മളെ പോലെ ഷാമ്പു തേച്ച് അത് തേച്ച് ശ്രദ്ധിക്കുന്ന ആൾക്കാർ അവരത് അങ്ങനെ എന്തോ ഒരു ന്യൂസിലെ കണ്ട്. അപ്പം മലയാളികൾ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നത്
ഈ സൗന്ദര്യവർദ്ധിത വസ്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ആരോ പറയണ കേട്ട്. അതിന്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. കാരണം അതാണ് എല്ലാവരും പാരന്റിംഗിൽ ഒരു സംഗതി എന്ന് വെച്ചാല് കുട്ടികൾ വാശി പിടിക്കുന്നൊക്കെ കൊടുക്കരുത്. അത് കൊടുക്കരുത്. വാണ്ടും നീടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അറിയണം. അവർ എന്താണ് കൊടുക്കേണ്ടത് അതാണ് കൊടുക്കേണ്ടത്. ഇതിലൊരു ചെറിയ സാധനം കൂട്ടിച്ചേർക്കാം. ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ റോൾ മോഡലാണ് എൻ്റെ വാപ്പ. എൻ്റെ ഉപ്പ എന്ന് പറയുന്നത്, അതായത് ഞാൻ കാണുന്ന ഒരു സംഭവമാണ്, ഒരു പ്രസ്ഥാനമാണ് എൻ്റെ വാപ്പ. അതായത് ആൾ വളരെ സൈലൻ്റ് ആണ്. പക്ഷെ എൻ്റെ വാപ്പാൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എന്നാൽ ഈ സംഭവം എൻ്റെ ഒരു ഇതിൽ തന്നെ പറഞ്ഞതുമാണ്, ഞാൻ കേൾക്കാത്തവരും എനിക്ക് പറയാൻ വേണ്ടി പറയാണ്. ഞാൻ ഒരു ദിവസം ഞാൻ കൂട്ടുകാർ കൂടെ ഇടയ്ക്ക് ഇങ്ങനെ പോയി പുറത്ത് പോയി ബ്രോസ്റ്റ് കഴിക്കും, ഇടക്കിടക്ക് ഇങ്ങനെ ബ്രോസ്റ്റ് കഴിക്കും. അപ്പോൾ ഒരു ദിവസം ഞാൻ അതേപോലെ ഇങ്ങനെ വന്നപ്പോൾ വാപ്പ ഇങ്ങനെ അവിടെ കൊലായിൽ ഇരിക്കണം, നമ്മൾ കൊലായി എന്ന് പറയാം അല്ലേ, നമ്മൾ സീറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ്. അപ്പം എന്നോട് ചോദിച്ചാൽ എവിടെ നിന്ന് വരുന്നത്? അപ്പോൾ സമയം ഒരു രാത്രി 10-10 കഴിക്കണം. കൂട്ടുകാർ കൂടെ ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിച്ച് തരണം. അപ്പം ഇതിങ്ങനെ പിന്നെ അവിടെ വർത്താനൊക്കെ പറയാൻ വേണ്ടി ഇങ്ങനെ ഇരുന്ന് ഒന്നിങ്ങനെ കൂളായതിന് ശേഷം ഇപ്പം എന്നോട് ഇങ്ങനെ വെച്ച് ഇപ്പോൾ തിന്ന ബ്രോസ്റ്റിന് എത്ര വെച്ച്, ഒരു ഫുൾ ബ്രോസ്റ്റിന് സ്വാഭാവികമായിട്ട് 550 റുപ്യ 600 റുപ്യ. അപ്പോൾ ഇപ്പം എന്നോട് ചോദിച്ച് ഈ ആ കഴിച്ച പൈസക്ക് ഒരു കോഴി വാങ്ങിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ ഈ വീട്ടിലുള്ള 5 6 അല്ലെങ്കിൽ 4 5 ആളുകൾക്ക് അത് കഴിച്ചുകൂടേന്ന് ചോദിച്ചു. അത് ഇപ്പോഴും കഴിക്കാം, കുറച്ച് കഴിഞ്ഞാലും കഴിക്കാം, നാളേക്കൊക്കെ ഉണ്ടായിന്. അപ്പോൾ അങ്ങനെയല്ലേ ചോദിച്ചു. അപ്പോൾ ബ്രോസ്റ്റ് കഴിക്കണ്ടെന്നല്ല പറയണത്, അത് സ്ഥിരമാക്കരുത്. അത് എനിക്കൊക്കെ അത് സ്ഥിരമാക്കണ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്നും അങ്ങനെ ചെയ്യണതിൻ്റെ ഒരു, അതായത് ആ ഒരു വാപ്പ പറഞ്ഞൊരു സാധനം എൻ്റെ മനസ്സിൽ നല്ലോ സ്ട്രൈക്ക് ചെയ്ത്. ശരിയാണ്. കാരണം എൻ്റെ വാപ്പയ്ക്ക് അങ്ങനെ ജീവിച്ചു. അതായത് ഇന്ന് വരെ വാപ്പാൻ്റെ ഒരു ആസ്വാദനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മൂപ്പരുടെ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടോ ഒരു ഉറുപ്പ്യ ചിലവാക്കണേ ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ. ഫുള്ള് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളെ ഇതിനും വേണ്ടിയിട്ടാണ് കഷ്ടപ്പാടും കാര്യങ്ങളും എല്ലാം. ഈ വാപ്പാൻ്റെ അടുത്ത് ഞാൻ പഠിച്ചൊരു കാര്യം തരാം, പഠനവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തു തരാൻ പറഞ്ഞാലും വാപ്പ ചെയ്തു തരും. അതിൽ രണ്ടാമതൊരു ചോദ്യമല്ല, നേരെ മറിച്ച് ഇതുപോലുള്ള നമ്മുടെ എക്സ്ട്രാ ധാരാളിത്ത ചെലവുകളുണ്ടല്ലോ, അതിനുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ വാപ്പ ചെറുപ്പം മുതലേ തന്ന് ശീലാക്കിയില്ല. ഒരു ടൂർ പോകാൻ പോലും വാപ്പ എന്നോ അമിതമായിട്ട് എന്തെങ്കിലും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു ബൗണ്ടറി ഉണ്ട്. ഇപ്പം ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പം കോളേജിൽ നിന്ന് ടൂർ പോയത്, ഞങ്ങൾ ഡാൻഡല്ലി അങ്ങനെയൊക്കെ പോയത്, ഞങ്ങൾ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീട് കയറ്റുന്നുണ്ട് അവിടെ. അപ്പോൾ ആ വീടിൻ്റെ ഈ കമ്പിയും പട്ടിയിടുമല്ലോ, ഈ കമ്പിയും പട്ടക്കും പെയിൻ്റ് അടിച്ചിട്ടാണ് മൂട് വളർത്തുക. ആ പെയിൻ്റ് അടിക്കണത് ഞാനും എൻ്റെ 2 കൂട്ടുകാരന്മാരും ആർസി പിന്നെ മോന്, ഞങ്ങൾ 3 ആൾ ഇത് കരാറെടുത്ത്. എന്നിട്ട് രാവിലെ ഞങ്ങൾ പോകും, ഒരു 6 മണിക്ക് കയറും, എന്നിട്ട് ഉച്ച വരെ എടുക്കും. ഒരു ഉച്ചക്ക് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഈ കമ്പി ഒരു ചൂടാവാൻ, ഇത് ചൂടായ പിന്നെ അതിന് നിൽക്കാൻ കഴിയില്ല. ആവി ഇങ്ങനെ മുഖത്ത് കടിച്ചിട്ട് എൻ്റെ ഈ തൊലിയൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നു എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അതായത് അപ്പോൾ എനിക്കറിയാം വീട്ടിലിത് ചോദിച്ചാൽ കിട്ടില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുകയാണിത് ആ സിറ്റുവേഷനെ. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും നന്നായിക്കാണത്. എൻ്റെ വാപ്പ അങ്ങനെ ശീലിപ്പിച്ചതിന് ഞാൻ എൻ്റെ വാപ്പനോട് കടപ്പെട്ടിരിക്കുകയാണ്. അതായത് എന്നെ സംബന്ധിച്ച് എൻ്റെ കയ്യിൽ 5 റുപ്യ ഇല്ലെങ്കിലും ഞാൻ ജീവിക്കാൻ എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് അധ്വാനിക്കുക, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് ഈ ജോലി നഷ്ടപ്പെടുകയാണ്, അത് വേറെ രീതിയിൽ എന്തെങ്കിലും മാർഗം കണ്ടെത്താന്നുള്ളൊരു സാധനം എൻ്റെ ഒരു പുതിയ പ്രതീക്ഷ എൻ്റെ മനസ്സിലുണ്ട്. അതിൻ്റെ വാപ്പ ശീലാക്കി തന്നതാണ്. അത് ചെറുപ്പം മുതലേ അമിതമായി പൈസ ഒന്നും എന്ത് ചെയ്തില്ല, ശീലാക്കിയില്ല. അത് വാപ്പ പഠിപ്പിച്ചു തന്നൊരു കാര്യം. ബാസിലിനോട് ചോദിക്കാതെ ചോദ്യമായിരുന്നു. ബാസിൽ ഉമ്മാനെ കുറിച്ച് പറഞ്ഞു, ബാസിലിന്റെ ഉപ്പാനെ കുറിച്ച് ബാസിൽ എന്താ പറയാനുള്ളത്? വീഡിയോസിലൊന്നും ഉപ്പാനെ കാണൂല, ഒന്നാമത് അങ്ങനെ വരൂല. പക്ഷെ ജീവിതം കൊണ്ട് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ റോൾ മോഡൽ ഇൻഫ്ലുവൻസറാണ്.